അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഷമീമെ മദീന അതിൻ്റെ മുഹിബ്ബീങ്ങളെ, ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞവരുണ്ട്. കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞവരുണ്ട്, ഒരുപാട് വേജാറുകൾ അറിയിച്ചവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവരുടെ എല്ലാ വേജാറുകളും നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയുന്നത് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പിന്നെ മുതിർന്ന് പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ഉമ്മമാരെ, സഹോദരന്മാരെ 8ാം ക്ലാസും 9ാം ക്ലാസും 10ാം ക്ലാസും പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇത് പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം, പ്രിയപ്പെട്ട സഹോദരിമാര് കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഈ കാലം ആഖിറസ്സമാനിന്റെ കാലമാണ്, അവസാന കാലഘട്ടമാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, എന്റെ കുട്ടി അനുസരിക്കുന്നില്ല, എന്റെ കുട്ടി അനുസരിക്കുന്നില്ല, അനുസരണക്കേടാണ് കാട്ടുന്നത്. ഈ കുട്ടിനെയും വിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ മനുഷ്യനോട് 3 കടമകൾ പ്രവർത്തിച്ചാൽ മാത്രമേ മക്കൾ നന്നാവുകയുള്ളൂ. എത്ര? 3 കാര്യം. 3 കാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. 1, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഉമ്മമാരോട് ഉപ്പയോട് പറഞ്ഞത്, 1, ദുനിയാവും ദീനും സ്വഭാവമുള്ളതായ പെണ്ണിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ കുട്ടി എവിടെയുണ്ട്? ആ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ചിരിക്കുകയാണ്. 2ാമത് അവിടെ നിന്ന് പറഞ്ഞത്, കുട്ടിക്കിടുന്നതായ പേര് നന്നാക്കണം, കുട്ടിക്കിടുന്ന പേര് നന്നാക്കണം. ആ കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. ഉപ്പയോടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. 3ാമത് പറഞ്ഞത്, കുട്ടിക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. ആ കുട്ടി പറയുകയാണ്, എന്റെ വാപ്പ 400 ദിർഹമിനിക്ക് ഒരു സുന്ദരിയായ ചന്തമുള്ള ഒരു അടിമയെ വാങ്ങി വിവാഹം ചെയ്തതാണ്. എന്റെ ഉപ്പ ദീനും സ്വഭാവമുള്ളതായ ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്തിട്ടില്ല. 2ാമത് അവിടെ പറഞ്ഞത്, എന്റെ വാപ്പ എനിക്കിട്ട പേര് മോശമായൊരു പേരാണ്. ആ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേര് എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ കുട്ടി പറയുകയാണ്, എന്റെ പേരെന്താണ്? എന്റെ പേര് ജോലി എന്നാണ്, ജുവാലി എന്നാണ്, ജുഹ്ലി എന്നാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അർത്ഥം എന്താണ്? വണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പേരിടുകയാണ് മക്കൾക്ക്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മ പറഞ്ഞതുപോലെ അനുസരിക്കുന്നത്? സയ്യിദുനാ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആ കുട്ടി പറയുകയാണ്, ആ സ്വഹാബി പറയുകയാണ്, എന്റെ പേര് ഹസൻ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ പേരിനെ മാറ്റി അന്ത സഹല്, നീ സഹല് എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ ദുഃഖമെന്നാണ്, ടെൻഷൻ എന്നാണ്, ബേജാറ് എന്നാണ്. ഇന്ന് പേരിടുമ്പോൾ ഉസ്താദിന്റെ ഒന്നും കേൾക്കൂല, ഒരു അറബിയുമല്ല.
ഒരു മറ്റുള്ളതായ അങ്ങനെയുമല്ല. നമ്മളെ ഭാഷയിൽ പറയാം ഒരു മംഗ്ലീഷ എന്താ, ഏടെ പോയാലും അങ്ങനത്തെ ഒരു അറബി കിട്ടുന്നില്ല. അറബിയുമല്ല, ഫാരിസിയല്ല, ഒന്നുമല്ല. ഇങ്ങനെയുള്ള പേര് ഇടുന്ന അവസരത്തിൽ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു ഉസ്താദിനോട് ചോദിച്ചു കേൾക്കണം, അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം ഈ പേരിന്റെ അർത്ഥം എന്താണ്. പേര് മോശമായിട്ടിട്ടാൽ നിന്റെ മക്കൾ നിന്നിലെ നീ പറഞ്ഞതുപോലെ അനുസരിക്കൂല. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ കുട്ടി പറയുകയാണ്, മൂന്നാമത്തെ കാര്യം, അല്ലമനി ശയ്യൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒരു ശയ്യ് പോലും എനിക്ക് എൻ്റെ ഉപ്പ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, 7ാം ക്ലാസ് എത്തുമ്പോൾ, 7ാം ക്ലാസ് എൻ്റെ മക്കൾക്ക് മതി, 8ാം ക്ലാസ് വേണ്ട. കാരണം SLC പരീക്ഷ വരികയാണ്, SLC പഠിക്കുകയാണ്. ഇങ്ങനെ കുട്ടികളെ ഭയപ്പെടുത്തി പേടിപ്പിച്ചിട്ട് പറയുന്ന ഉമ്മമാരെ, കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതലല്ലേ നല്ലൊരു ബുദ്ധി വരുന്നത്, അപ്പലല്ലേ ഈ കുട്ടി പഠിക്കുന്നത്. കുട്ടി പഠിച്ചത് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നമുക്ക് ഇമാമത്ത് നിൽക്കുന്ന മക്കള് വേണം. അത് പഠിക്കുന്നത് എപ്പോഴാണ് ബോധം വരുന്നതാണ്? 8ാം ക്ലാസ് മുതലല്ലേ. ബൈഇന്റെ പാഠവും ത്വലാഖിന്റെ പാഠവും വിവാഹത്തിന്റെ പാഠവും 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലല്ലേ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത്. മുആശറത്തു സൗജ്, ഭാര്യ ഭർത്താക്കന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത് കാര്യം പറയുന്നത് മറ്റുള്ള ക്ലാസ്സിലല്ലേ, 10ാം ക്ലാസ്സിലല്ലേ. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മൾ കുട്ടി പഠിക്കുന്നത്? 5ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോൾ അധിക മദ്രസയിലും നിങ്ങൾ നോക്കി, 1ാം ക്ലാസ്സിൽ 2 ഗ്രൂപ്പ് ഉണ്ടാവും, എ ഉണ്ടാവും, ബി ഉണ്ടാവും. 2ാം ക്ലാസ്സിലും ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ കുറയുകയാണ്. 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 5ഉം 3ഉമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾ പഠിക്കണ്ടേ? 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും എന്തെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണിനിക്ക് ഭർത്താവ് വേണ്ട എന്ന് ഭർത്താവിന്റെ സ്വഭാവം മോശമായാൽ, അല്ലെങ്കിൽ ഭർത്താവ് ചെലവിന് തരുന്നില്ല, ഭർത്താവ് മോശമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഭാര്യനെ മാത്രം ഭർത്താവ് ത്വലാഖ് ചെല്ലാം. എന്നാൽ ഈ പെണ്ണിനിക്കും ഭർത്താവിനെ ഫസ്ഖ് ചെയ്യുന്നത്, ഹുള്ള് ചെയ്യുന്ന അധികാരമില്ലേ? അത് എവിടെയാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുമോ? 6ാം ക്ലാസ്സിൽ പഠിക്കുമോ? ഇല്ലല്ലോ. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആകുമ്പോൾ കുട്ടിക്ക് നല്ലൊരു ബുദ്ധി വരുന്നുണ്ട്. അപ്പലാണ് ഈ കുട്ടി പഠിക്കുന്നത്, എല്ലാ കാര്യവും പഠിപ്പിക്കുന്നത്. അതിന് ശേഷമല്ലേ ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, 8ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കും 10ാം ക്ലാസ്സിലേക്കും നമ്മുടെ കുട്ടികളെ ഒന്ന് ദീനീ ബോധമുണ്ടാക്കി കൊടുക്കാൻ. ദീനിയായ ഉലൂമ് എവിടെയുണ്ട് അവിടേക്ക് കുട്ടികൾക്കൊന്ന് പഠിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഉപകാരമുണ്ടാവും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് എത്ര പേരാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ മോനൊന്ന് നന്നാക്കണേ അല്ലാ. ഉമ്മാന്റെയും ഉമ്മുപ്പാന്റെയും ദുആന്റെ അത്ര വേറൊരു ദുആ ഇല്ല. അതന്നെ മതി കുട്ടി നന്നാവാൻ. അതന്നെ മതി തഹജ്ജുദിന്റെ സമയത്ത് ദുആരക്കും. കുട്ടികൾക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. നമ്മൾക്ക് ദുആരക്കാൻ സമയമില്ല, നമ്മൾക്ക് സമയം കണ്ടെത്തുന്നില്ല. ദുആ ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കും, പക്ഷേ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ, എൻ്റെ മോനെ ഒന്ന് നന്നാക്കണമേ. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുമുല്ലാഹ്, യഹ്യ ഇബ്നു ശറഫ് എന്നുള്ള അറിയുന്ന ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ദുആറുന്നത്, അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ, എൻ്റെ മകനെ ഒന്ന് നന്നാക്കണമേ. ഉമ്മാന്റെ ദുആഅല്ല ഏറ്റവും വലുത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുഖാരി, ഉമ്മാന്റെ ദുആണ്. ഇമാം ശാഫിഈ, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ്, അവർക്കെല്ലാം ദുആ കിട്ടിയത് ഉമ്മാന്റെ ദുആണ്. ഉമ്മാന്റെ ദുആ ഏറ്റവും, മാതാപിതാക്കളുടെ ദുആ ഏറ്റവും വലുതാണ് മക്കൾ നന്നാവാൻ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ.
وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.